ഭാരതീയ ചിന്തപ്രകാരം അചേതനം സചേതനമെന്നല്ല ദ്രവ്യങ്ങളെ തിരിക്കുന്നത്. സേന്ദ്രിയം അനിന്ദ്രിയം എന്നാണ് തിരിക്കുന്നത്. അതിന് കാരണം നമ്മുടെ സംസ്കൃതി അനുസരിച്ച് എല്ലാത്തിനും ചേതനയുണ്ട്. ചേതനയെ തിരിച്ചറിയുന്നത് അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതേ. ഒരു കല്ലെടുത്താൽ ആ കല്ലിന് അതിന് പരിണാമമുണ്ട്. അതിൻ്റെ ബാല്യാവസ്ഥയിൽ മണ്ണായി കാണപ്പെടുന്നതും കുറച്ചുകൂടെ കിടന്നുള്ള യൗവന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അല്ലെ കൗമാരാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് വെട്ടുകല്ലായിട്ട് രൂപാന്തരപ്പെടുന്നതും അവിടുന്നത് കുറച്ചുകൂടെ കടുപ്പം വന്ന് കരിങ്കല്ലായി വളർന്ന് യൗവനം കാക്കുന്നതും അവിടുന്ന് വളർന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഗ്രാനൈറ്റ് ഫോമിൽ കരിങ്കല്ലിനേക്കാൾ കുറച്ചുകൂടെ മാറി ചെറുതായി സോഫ്റ്റാകാൻ തുടങ്ങി പരിണമിച്ച് ഒടുവിലത് കടുപ്പമൊക്കെ കുറഞ്ഞ് മാർബിൾ പോലായിത്തീർന്ന് മാറുന്നതുമാണ് എന്നാണ് ആ രംഗത്ത് ഉള്ള പഠനങ്ങൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തടിക്കും ഇങ്ങനൊരവസ്ഥ പരിണമിച്ച് ആ രംഗം മധുസൂദൻ അറിയുമായിരിക്കും. അതുകൊണ്ട് ചോദ്യകർത്താവിന് തന്നെ അറിയുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ അതുകൊണ്ട് ഭാരതീയ ചിന്തയിൽ ചേതനമാണ്. അതിന് ജനനമുണ്ട്, വളർച്ചയുണ്ട്, പരിണാമമുണ്ട്. അതായത് ഉണ്ടാവുക, അത് ജനിക്കുക, ജനി പ്രാദുർഭാവേ, പ്രാദുർഭവിച്ച് കഴിഞ്ഞാൽ അത് പരിണമിക്കുക, വിപരിണാമതേ, കഴിഞ്ഞാൽ ക്ഷയിക്കുക അതിൻ്റെ കോശങ്ങൾ, ലാസ്റ്റ് അത് മരിക്കുക, എന്നിട്ട് അത് ലയിച്ച് ചേരുക മണ്ണിലേക്ക്. ഇങ്ങനെ പരിണാമമുള്ളതുകൊണ്ട് അതെല്ലാം ചേതനമാണ്, അചേതനമല്ല. പറഞ്ഞത് മനസ്സിലായി? അങ്ങനെ കാണണം. അത് കുറേ കൂടെ കിടന്ന് അതിൻ്റെ പാർട്ട് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളിൽ പോലും ആ ജീവൻ്റെ ഒരു അല്പാംശം എല്ലാ പ്രാണനും വിട്ടുപോകുന്നില്ല. ചില പ്രാണങ്ങൾ അതിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന നിലകളും ജഡം ആകാൻ തുടങ്ങുമ്പോൾ നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നിവയുമുണ്ട്. ഇതിൽ ലാസ്റ്റ് പ്രാണൻ വിട്ട് കഴിയുമ്പോഴാണ് അത് അഴുകാൻ തുടങ്ങുന്നത്. അതുവരെ പ്രാണവിഭൂതിയുടെ അംശങ്ങളുണ്ട് എന്നറിഞ്ഞു വേണം എല്ലാത്തിനോടും സമീപിക്കാൻ. ക്ലിയർ?